ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. ഞങ്ങൾ നാട്ടിലെത്തിയപ്പോഴുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് ഞങ്ങൾ നാട്ടിലെത്തിയപ്പോഴുള്ള ഞങ്ങളുടെ വീട്ടിലൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഇത്തവണ ഞങ്ങൾ വന്നത് കണ്ണൂരേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മയുടെ അടുത്ത് ഒരു ദിവസം താമസിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അങ്ങനെ പോരുന്ന വഴി വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ കൂട്ടത്തിൽ വാങ്ങിച്ചതാണ് മുട്ടയും. അങ്ങനെ ഇവിടെ എത്തി ഇവിടുന്ന് എല്ലാരെയും കണ്ട സന്തോഷത്തില് ആ മുട്ടയുടെ കാര്യം മറന്നു കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലിട്ട് വന്നപ്പോഴാണ് ആ ഒരു മുട്ട വെച്ച കവറൊക്കെ നനഞ്ഞിരിക്കുന്നത് കണ്ടോ കേട്ടോ. അങ്ങനെ 4ഓളം മുട്ടയൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വൃത്തിയാക്കുമ്പോഴേക്കും നോവക്കുട്ടി എണീറ്റിട്ടുണ്ട്. പതിയുടെയും വിപരീതമായിട്ട് ചുറ്റുപാടൊക്കെ ഒന്ന് മാറിയപ്പോ നോവ കയ്യിൽ നിന്ന് താഴെ ഇറങ്ങുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ആരുടെ അടുത്തും പോകുന്നുണ്ടായിരുന്നില്ല. മുട്ട കണ്ടപ്പോ പിന്നെ നോവയ്ക്ക് മുട്ട പുഴുങ്ങി കൊടുക്കണം എന്നുള്ള വാശിയായി. അങ്ങനെ ഇതാ അവൾക്കുള്ള മുട്ടയൊക്കെ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ അവൾക്ക് മുട്ടയൊക്കെ കൊടുത്ത് സമാധാനിപ്പിച്ച് നിർത്തിയിട്ട് ഞാൻ ഇതാ രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കിയ വേണ്ടി വന്നേക്കാണ്. ഇന്നലെ ഗ്രീൻ പീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ള ഗ്രീൻ പീസ് ആയിരുന്നു. ഇത് ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ. സാധാരണ വാങ്ങുന്നത് ഗ്രീൻ കളറാണ്. അത് മിക്കപ്പോഴും ഉണ്ടാക്കാറുമുണ്ട്. ഈ ഒരു വെള്ള ഗ്രീൻ പീസ് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കടയിൽ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. അങ്ങനെ ഇന്ന് ഗ്രീൻ പീസ് കറിയും പുട്ടും ഉണ്ടാക്കാന്ന് കരുതി. അങ്ങനെ കുതിർത്ത് വെച്ച ഗ്രീൻ പീസിലോട്ട് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ടതിന് ശേഷം ഉപ്പ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇതിലോട്ടേക്ക് ഞാൻ ചെറിയ കഷ്ണം സവാള ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ശരിക്കും ചെറിയുള്ളിയാണ് കേട്ടോ വേണ്ടത്. ഇപ്പൊ എന്റെ കയ്യിൽ ചെറിയുള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ സവാള ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതാ പച്ചമുളകും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ മക്കളുള്ള കാരണം ഒരു പച്ചമുളക് മാത്രമേ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. എരിവുണ്ടെങ്കിൽ അവർ തൊട്ട് നോക്കില്ല. ഇനി ഞാൻ ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. വന്ന ഉടനെ ആയതുകൊണ്ട് തന്നെ വീട് ഒട്ടും ഒന്നും ഒതുങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഒരു ഫുഡൊക്കെ ആയിട്ട് വേണം ആ ഒരു പരിപാടികളൊക്കെ നോക്കാനായിട്ട്. എല്ലാം ഒന്ന് റെഡിയാക്കി അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ട്. അങ്ങനെ ഇതാ പുട്ടിനുള്ള വെള്ളാക്കി വെക്കുകയാണ്. അങ്ങനെ പുട്ടിന്റെ വെള്ളാക്കി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാന്ന് കരുതി. ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ വാങ്ങിച്ചിട്ട് കുറെ കാലമായി കേട്ടോ. അന്ന് കുവൈറ്റിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിച്ചതാണ്. അന്ന് പിന്നെ വെയിറ്റ് കാരണം കൊണ്ടുപോകാൻ പറ്റിയില്ല. ഇത് വരുന്നത് 2 തട്ടായിട്ടാണ് കേട്ടോ. ഈ ഒരു റോഡ് ഒന്ന് ടൈറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് അടുത്ത തട്ട് ഇതിന്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ആ ഒരു രീതിയിലാണ് ഫിറ്റ് ചെയ്തെടുക്കേണ്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് നമ്മുടെ കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ടേബിളിന്റെ മുകളിലൊക്കെ ആയിട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. പിന്നെ ഇതാ മുകളിലായിട്ട് ഇതുപോലെ ഹാൻഡിൽ വരുന്ന ഒരു റോഡ് കൂടി ഉണ്ട്. അതുകൂടി ഒന്ന് ടൈറ്റ് ആക്കി കൊടുത്താൽ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇതാ അതിലോട്ട് ഇന്നലെ വരുമ്പോൾ വാങ്ങിച്ച കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് എടുത്തു വെക്കുകയാണ്. പിന്നെ ഇതിലോട്ട് ഒത്തിരി സാധനങ്ങളൊക്കെ കൊള്ളു കേട്ടോ. മുകളിലും താഴെയും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി സാധനങ്ങൾ ഇതിലോട്ടേക്ക് വെച്ചു കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ അതിന്റെ മുകളിലത്തെ ട്രേയിലായിട്ട് ഞാൻ മുട്ട കൂടി ഒന്ന് വെച്ചു കൊടുക്കുകയാണ്. ഇവിടെ പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ കാണുന്നിടത്ത് വെക്കുകയാണെങ്കിൽ എല്ലാവരും എടുത്ത് കഴിക്കും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ കിടക്കും. പിന്നെ ചീത്തയായിട്ട് എടുത്ത് കളയേണ്ടി വരും. അങ്ങനെ ഞാൻ ഈ ഒരു സ്റ്റാൻഡ് അടുക്കളയുടെ ഒരു കോർണറിലോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഗ്രീൻ പീസിന്റെ വിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തീ ഒന്ന് ഓഫ് ചെയ്യാണ്. ഇനിയിപ്പോൾ ആ ഒരു ഗ്രീൻ പീസിന് അരച്ചൊഴിക്കണം. അതിനായിട്ട് ഞാൻ തേങ്ങ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ കൊടുവാള് കാണാനില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കത്തി വെച്ചിട്ടാണ് പ്രയോഗം. ഇന്നാണെങ്കിൽ ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ പിന്നെ കൊടുവാള് തെരഞ്ഞെടുക്കാനുള്ള സമയമൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ഞാൻ കൈ കിട്ടിയ കത്തി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ കറിക്കുള്ള തേങ്ങയൊക്കെ ചിരകുന്ന കൂട്ടത്തില് പുട്ടിനുള്ള തേങ്ങയൊക്കെ ചിരകിയിട്ട് പുട്ടൊന്ന് അടുപ്പിലോട്ട് വെക്കുകയാണ് കേട്ടോ. ഇതിനിടയിൽ ഞാൻ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ചായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ചായപ്പൊടിയൊക്കെ വാങ്ങിച്ച ഉടനെയാണ് കേട്ടോ. പാത്രത്തിലൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല. വന്ന ഉടനെ ആയതുകൊണ്ട് തന്നെ ഒന്നും ഒട്ടും മനസ്സിലാവാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. ആകെ മൊത്തം കുഴഞ്ഞ അവസ്ഥ എന്ന് അറിയില്ലേ, അതായിരുന്നു. പിന്നെ ഞാനിതാ കറിക്കുള്ള അരപ്പൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഏട്ടനും മക്കളും കൂടി തറവാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി കേട്ടോ. ഇനിയിപ്പം അവര് തിരിച്ചു വരുമ്പോഴേക്കും ചോറിന്റെ പണികളൊക്കെ ഒന്ന് നോക്കണം. പിന്നെ അവര് പോകുന്നതിന് മുന്നായിട്ട് ഞാൻ ചോറിന്റെ വെള്ളാക്കി ഒന്ന് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ ചോറിനുള്ള അരിയൊക്കെ ഇടാണ്. പിന്നെ ഞാൻ പൊതുവെ ചെയ്യുന്നത് ചോറിന്റെ അരിയൊക്കെ ഇതുപോലെ വെള്ളം തിളച്ചതിന് ശേഷം ഇടാതെ ഒന്നിച്ചിട്ടിട്ട് അങ്ങനെ വേവിക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പൊ അങ്ങനെ ഒന്നിച്ചിട്ട് വേവിക്കുമ്പോഴും പിന്നെ ഇതുപോലെ ചെയ്യുമ്പോഴും വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ ഇതുപോലെ പിള്ളേരുള്ളവർക്കൊക്കെ അതാണ് കൂടുതൽ എളുപ്പം തോന്നിയിട്ടുണ്ട്.
അങ്ങനെ ഞാൻ മീനൊക്കെ ഒന്ന് മുറിക്കാൻ നേരത്തി ഇരുന്നപ്പോഴേക്കും നോബി എത്തിയിട്ടുണ്ട്. പിന്നെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. ആ ഒരു മീനൊക്കെ എടുത്ത് കളിക്കുകയായിരുന്നു. ഇനി ഞാൻ വീഡിയോ എടുത്തോണ്ട് എന്താ ഈ ഒരു വെള്ളത്തിൽ തന്നെ അവളുടെ കുളിയും കഴിയും ട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.